വർഷത്തെ വരവേറ്റത് അങ്ങ് പീക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് ഒരു ട്രിപ്പ് പോയാണ്. പേര് പോലെ തന്നെ വളരെ ഉയർന്ന പ്രദേശം, വീടുകളൊക്കെ തീപ്പെട്ടിക്കൂട് കണക്കെ. കുട്ടിക്കാലത്തെ യാത്രാമോഹങ്ങളിൽ സന്തോഷ് സാറിന് വലിയൊരു പങ്കുണ്ട്. അനുകരിക്കാൻ നോക്കി പാളിപ്പോയ എനിക്ക് കട്ട സപ്പോർട്ടായി കെട്ടിയൻ കൂടെ ഉണ്ടായിരുന്നു. വീതികളിൽ കൂടി ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു സിഗ്നൽ ലൈറ്റ്. അസ്ഥികൂട മരങ്ങളിൽ ഇലകളില്ലാതെ ആപ്പിളുകൾ മാത്രമായി. പച്ചപ്പും ഹരിതാപവും ഒട്ടും കുറവില്ലാത്ത മഞ്ഞുകാലം. കൂടെ ചെമ്മരിയാട്ടിൻകൂട്ടം മേഞ്ഞു നടക്കുന്നതും കുതിരക്കുട്ടന്മാരുടെ പുല്ലുമേലുമൊക്കെയായി ഒരു കൺകുളിർന്ന കാഴ്ച കാണാം. വല്ലാത്തൊരനുഭൂതി തന്നെയായിരുന്നു അത്. അതിലേറെ യാത്രയോട് വല്ലാത്ത അടുപ്പം തോന്നിയത് എൻ്റെ +2 മേറ്റ്സിൻ്റെ ഒരു മീറ്റപ്പ് കൂടിയായിരുന്നു ഇത്. അവന്മാരുടെ കൂടെ കൂടിയ കുട്ടികളും പൊളിയാണെന്നേ. 2 ദിവസം പോയതേ അറിഞ്ഞില്ല. ദാ കഥ പറഞ്ഞു നമ്മൾ ഈ സ്പോട്ട് മിസ്സാക്കണ്ട. ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അറിഞ്ഞിരിക്കാനായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതാണ് നമ്മുടെ ലേഡി ബവർ റിസർവോയർ. ഇവിടെ കണ്ടിന്യൂസ് ട്രെയിൻ വരുമ്പോൾ എക്സസ് ആയിട്ടുള്ള വാട്ടർ പുറത്തേക്ക് വിടാനായിട്ട് ഒരാളുണ്ട്. അതാണ് ബെൽമൗത്ത് പ്ലഗ് ഹോൾ. ഇതെപ്പോഴും ഓപ്പൺ ആവില്ല. ആയാൽ ചുറ്റുമുള്ളതൊക്കെ കറക്കിക്കൊണ്ടുപോകും. അതാണിങ്ങനെ വേർപൂൾ പോലെ ചുറ്റിയടിക്കുന്നത് കാണാൻ ഒരേ സമയം സ്കേരിയും ബ്യൂട്ടിഫുള്ളുമാണ്. പക്ഷേ നിങ്ങൾക്ക് അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ ബോട്ടിങ് അലൗഡാണ്. ഞങ്ങൾ പോയപ്പോൾ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വേർപൂളൊന്നും കാണാൻ പറ്റിയില്ല. മൊത്തത്തിലൊരു നല്ല അനുഭവമായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. കുട്ടികളും ഫാമിലിയും ഞങ്ങളുടെ കപ്പിൾസും അങ്ങനെ ഞങ്ങളെല്ലാവരും സൂപ്പറായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു അത്. 2 ദിവസത്തിന് ശേഷം ബൈ ബൈ പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.